വീണ്ടും യുദ്ധം തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. UAE ആക്രമിച്ച് ഇറാൻ. സീസ് ഫയറിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇതുപോലൊരു ഇൻസിഡന്റ് നടക്കുന്നത്. ക്രൂയിസ് മിസൈലും ഡ്രോണും വെച്ചിട്ടുള്ള അറ്റാക്ക് ആണ് UAEക്ക് നേരെ നടന്നിട്ടുള്ളത്. നമുക്കിത് വിശദമാക്കാം. ഇന്ന് മെയ് 4-ാം തീയതി വൈകുന്നേരം 4:59 അതുപോലെ 7:02 രണ്ട് എമർജൻസി അലേർട്ട് മെസ്സേജസ് ആണ് UAE റെസിഡൻസിന് ലഭിച്ചിട്ടുള്ളത്. ഈ മെസ്സേജ് എന്ന് പറയുന്നത് ഡ്യൂ ടു കറന്റ് സിറ്റുവേഷൻ പൊട്ടൻഷ്യൽ മിസൈൽ ത്രെറ്റ് immediately seek a safe place in closest secure building, steer away from windows, doors and open area, await further instruction എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൊടുത്തത്. അതായത് ഡ്യൂ ടു പൊട്ടൻഷ്യൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ പൊട്ടൻഷ്യൽ മിസൈൽ ത്രെറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫസ്റ്റ് പ്ലേസിലേക്ക് മാറണം എന്നുള്ള മെസ്സേജ് ആണ് UAE റെസിഡൻസിന് പോയിട്ടുള്ളത്. എന്നാൽ ആദ്യത്തെ മെസ്സേജ് 4:59 അതിനുശേഷം 10 മിനിറ്റിന് ശേഷം 5:09 PM റെസിഡൻസിന് മറ്റൊരു മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾ ക്ലിയർ മെസ്സേജ് ആണ്. സെയിം സിറ്റുവേഷൻ സേഫ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു പോയിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം 7:02 PM മറ്റൊരു എമർജൻസി അലേർട്ട് മെസ്സേജും കൂടി പോയിട്ടുണ്ട്. അത് പ്രകാരം UAE പറയുന്നത് 4 ഇറാനിയൻ ക്രൂയിസ് മിസൈൽസ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. UAE നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അനൗൺസ് ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച അവർ എയർ ഡിഫൻസ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇൻകമിംഗ് മിസൈൽ ത്രെറ്റിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ എല്ലാവരും, അതായത് ഓൾ റെസിഡൻസ് അതുപോലെ വിസിറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, ഒരു സേഫ് ആയിട്ടുള്ള ബിൽഡിംഗിലേക്ക് മാറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശേഷം UAE പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 4 ക്രൂയിസ് മിസൈൽസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ 3 ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓവർ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ മുകളിൽ നിന്നാണ് ഈ 3 ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒന്ന് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, 4ാമത്തെ ക്രൂയിസ് മിസൈൽ. പക്ഷേ അത് കടലിലേക്ക് വീണു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഡ്രോണിന്റെ സ്ട്രൈക്ക് മൂലം ഫയർ ബ്രേക്ക് ഔട്ട് അറ്റ് ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോൺ. ഫുജൈറയുടെ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തീപിടുത്തം വന്നിട്ടുണ്ട് ഡ്രോൺ സ്ട്രൈക്ക് മൂലം. ഡ്രോണിന്റെ അറ്റാക്ക് മൂലം. പക്ഷേ UAE അറിയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മിസൈൽ ത്രെറ്റ് കൊണ്ട് ചെറിയ തരത്തിലുള്ള ഒരു ഡാമേജ് ഉണ്ടായിട്ടുള്ളൂ. അത് മാത്രമല്ല എല്ലാവരും ആളുകളൊക്കെ സേഫ് ആണ്. അതായത് നോ കാഷ്വാലിറ്റീസ്, ഇഞ്ചുറീസ് ഒന്നും ഇല്ല എന്നാണ് UAE അറിയിച്ചിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, ഈ മിസൈൽസ് ഒക്കെ അടിച്ചിട്ടുള്ളത് കടലിന്റെ മുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചിട്ടുള്ള ഡാമേജസോ ഇഞ്ചുറീസോ ഉണ്ടായിട്ടില്ല എന്നാണ് UAE പറയുന്നത്. അതുപോലെ UAE പറഞ്ഞിട്ടുള്ളത് ഇത് ചെയ്തിട്ടുള്ളത് ഇറാൻ ആണെന്നാണ്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് ഇതുവരെ ഒരു കൺഫർമേഷൻ ഒന്നും ഇതിനെ ചൊല്ലി വന്നിട്ടില്ല. എന്നാലും UAE പറയുന്നത് ഇറാൻ എന്നാണ്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു യുദ്ധം, അതായത് യുദ്ധത്തിന്റെ തുടക്കമാണോ എന്നുള്ളൊരു കാര്യത്തിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത്.